എങ്ങനെ മാഷെ സാറേ പണ്ട് കളിക്കാനുള്ള സ്ഥലം നമ്മള് അല്ലേ? പിന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്ര 1 2 AC ആണ് മൊത്തം. ഇനി AC ഇവിടെ വെക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ചുപാട് പണികൾ ബാക്കിയുണ്ട്. പിന്നെ ബാത്റൂമില്ലേ 10 ബാത്റൂം ഉണ്ട്. 5 ഇവിടെ 5 അവിടെ 1 2 3 4 5 ഇത് ഇവിടെ ബാത്റൂമാണ്. കുറച്ച് അല്ലേ മാഷാഅല്ലേ? എല്ലാം നമ്മളെ ഒക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനത്തെ വേണ്ടേ? അതിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മള് ഒരാളേക്കൊന്നും 10 പൈസ വാങ്ങിയിട്ടില്ല. ഇതൊന്നും ഉണ്ടാക്കാൻ ചോദിച്ച ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഒരാളേക്കൊന്നും എന്തായിട്ടില്ല, ഇതിനൊന്നും 10 പൈസ വാങ്ങിയിട്ടില്ല. എന്തായാലും ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഇതൊക്കെ നൂറ് ഹബീബിന്റെ പേര് കേട്ടോ. നിസ്കരിക്കാനുള്ള പള്ളി ഇതാ നിസ്കരിക്കാനുള്ള സജ്ജീകരണം. ഇതിൻ്റെ ഉള്ളിൽ മസ്ജിദില് അവിടെ അത് ആക്കില്ല നമുക്ക് എല്ലാവർക്കും ഇത് വൈകുന്നേരം നമ്മുടെ ചെരുപ്പിട്ടോളി അതിനോട് ചെരുപ്പിട്ടോളി. ഇത് മസ്ജിദ. ഇത് നമ്മളെ തങ്ങളുടെ ഓഫീസാണ്. ഇനി ഇൻഷാ അല്ലാഹ് മക്കൾക്ക് പഠിക്കുന്ന സ്ഥലം, ക്യാൻറ്റീൻ, ഭക്ഷണം, അതൊക്കെ നല്ല രാഹത്തിലുണ്ടാക്കി തരുന്ന ഇൻഷാ അല്ലാഹ് ഇടക്കിടക്ക് ഇവിടെ ഉണ്ടാവും. അല്ല ആഫിയത്ത് കൊടുക്കട്ടെ അല്ലേ? നമ്മൾ ഓരോ ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ കുറെ ആൾക്കാരുണ്ട് പരിചയപ്പെടുത്താം. അള്ളാഹുവിന്റെ ആഫിയത്തിൽ ആരോഗ്യം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ എല്ലാം കാസർഗോഡ് മഞ്ചേരത്തിൽ ഉസ്താദാണല്ലേ? പേര് അബ്ബാസ് അസ്ഹരി. അല്ലാഹു ആഫിയത്ത് അവരെല്ലാം കൊടുക്കട്ടെ. നമ്മളെ മക്കൾക്ക് ദർസ് അല്ലേ? ഉസ്താദായിട്ട് ബന്ധമുണ്ടല്ലോ അല്ലേ? പിന്നെ ഇരിക്കും മാഷാ അല്ലാഹ്. എൻ്റെ കുട്ടികളിതാ അതാണ് ഇവർക്ക് ദർസ് പഠിക്കാൻ ഇത് ഇവിടെ ഇരിക്കുക. പിന്നെ ഇവിടെ ഇരിക്കാനല്ല ദർസ് എടുക്കാൻ സ്ഥലം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ഥലമായിട്ടത്. ക്ലാസ് പഠനം താമസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? AC ഞങ്ങൾ കടന്നുറങ്ങി. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം തരട്ടെ. നിങ്ങൾ എന്താ എനിക്ക് വേണ്ടത് അറിയോ? നിങ്ങളൊക്കെ പണ്ഡിതന്മാരാകണം. നിങ്ങളൊക്കെ ഈ ആലിമ്യങ്ങളാകണം ഇൻഷാ അല്ലാഹ്. ഒക്കെ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കൂല. നിങ്ങൾക്കുള്ള ഒരുപാട് സ്ഥാപനങ്ങളും ജോലി ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ? ഇവർക്കുള്ള ഒന്നൊരു വിഷമം ഉണ്ടല്ലോ. അല്ലാഹു ഒരു വിഷമം തരാതിരിക്കട്ടെ. നിങ്ങളെ മാതാപിതാക്കൾക്ക് ഇല്ല നിങ്ങൾക്കൊക്കെ റാഹത്തായോ? ഉമ്മമാർക്ക് റാഹത്തായോ? കണ്ടോ? വാപ്പന്മാരൊക്കെ കണ്ടോ? ഇനി കൊച്ചന്മാരും റെഡിയാക്കണം. നിങ്ങൾ കണ്ടോ സൗകര്യം? ഗ്രൗണ്ട് കണ്ടില്ലേ? താമസിക്കുന്ന സ്ഥലം കണ്ടില്ലേ? അടുക്കളയും ഭക്ഷണമൊക്കെ അല്ലാഹു റാഹത്താക്കി തരട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതിനൊന്നും നമ്മൾ ആരെയൊന്നും പൈസ പിരിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ മുതലാണ്.
ഒരാളെ കൊണ്ട് എന്തില്ല ഈ പിന്നെ അരി വാങ്ങുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങുന്നുണ്ട്, അതിന് വാങ്ങണല്ലോ അല്ലേ? അതുപോലെ താല്പര്യമാണ്. ബിൽഡിങ്ങിന് വേണ്ടിയിട്ടോ അതിൽ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി ഒരാളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഉണ്ട് AC ഇല്ലേ? ആ ഇൻഷാ അല്ലാഹ് എത്ര AC ഉള്ളത്? ഇനി നമുക്ക് വെക്കാറ് പണി കഴിഞ്ഞിട്ടില്ല, ഒരുപാട് പണികളുണ്ട്. പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവരൊക്കെ പ്രായത്തിൽ ഞാനും മൊഴിയിലാൻ ശ്രമിച്ചതാണ്, പക്ഷെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തന്നില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതി മൗലിദ ആയിക്കോട്ടെ. അതൊരു മൗലിദും ഭക്ഷണം കിട്ടോ, നല്ല നെയ്ച്ചോറും കുറുമയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ച് ഇൻഷാ അല്ലാഹ് ബസ് നമ്മൾ ഇവർക്ക് പിന്നെ സ്കൂൾക്ക് പോകാനുള്ള ബസ് പുതിയ ബസ്സിന് ബുക്ക് ചെയ്തിരിക്കണം. നിങ്ങൾ പഠിച്ചാൽ മതി. പേടി എന്താ പറയുക, നിങ്ങൾ പോകുന്നത് പിന്നെ പഠിച്ചാതെ ഇല്ലല്ലോ, പഠിച്ച ആലിന്യങ്ങളാവില്ലേ? ആലിന്യങ്ങൾ മാത്രം പോരാ, പണ്ഡിതന്മാർ കാണും. ഇപ്പം എന്താ വെച്ചാൽ ഒരുപാട് മാഷന്മാർ ബന്ധപ്പെടുക കുട്ടികൾ നമ്മളെ സ്കൂളിലാക്കി. പിള്ളേർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു മൗലിദ് ഓതി നമ്മളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ടായി. എന്തായാലും ഇൻഷാ അല്ലാഹ് അരി സാധനങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഓഫർ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും വേണ്ടി ദ്വാരിക്കാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ ദർസ് അല്ലാഹു ഇവിടെ നിലനിർത്തിട്ട് അള്ളാഹു ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ആളുകൾ കൊടുക്കട്ടെ. കാരണം ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല. 2 ദിവസം 3 ദിവസം ഊണും ഉറക്കമില്ലാതെ ഉസ്താദ് രാത്രിക്ക് ഇവിടെ പോയി. എന്താ പണി തീർന്നില്ല. ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എൻ്റെ അടിമമാർക്ക്. ഞാൻ റബ്ബ് എനിക്ക് ഞാമത്ത് തന്നത് ഓലക്കൊണ്ടാണ്. ഇതിലിപ്പോൾ വേറൊരു വിഷയമുണ്ട്. ഒരു നൂറെ ഹബീബിൻ്റെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഓലെ ജനാസ ഏറ്റുവാങ്ങാൻ അള്ളാഹു റഹ്മത്തിൻ്റെ മലക്കുള്ള ഏർപ്പാടായി കൊടുക്കട്ടെ. അത്രയ്ക്കും ആളുകളെ സഹായം ഓലെ കഴിയുന്നത്. ഞാൻ ഈ നിലയിലെത്തിയതും ഞാൻ ഈ നെല്ലിക്കത്തവർക്കൊക്കെ ഒരുപാടുണ്ട്. അള്ളാഹു ഓൽക്കൊക്കെ ചെയ്തിട്ട് ആഫിയത്ത് ആറുകൾ കൊടുക്കട്ടെ, ധാരാളം സമ്പത്ത് അള്ളാഹു നൽകട്ടെ. ഇപ്പം എല്ലാവരും വന്ന മക്കള് ഏതാണ്ട് എത്തിയില്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഹദീസ് മൗലിദ് ഓതി ദുആ ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഏറ്റവും അനുഗ്രഹം എന്താ പറയുക, ഇപ്പം നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ഒഴിച്ചു വേണ്ടി നമുക്ക് യാസൂന് ദ്വാരക്കാം. അപ്പം ഇന്ന് ഭക്ഷണം തന്ന ഒരു പിന്നെ കുടുംബമാണ്. ഇന്നത്തെ ഭക്ഷണം കുടുംബമാണ്, ഒരു കുടുംബമാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരിക്കാൻ പറഞ്ഞിട്ട് ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. വൈകുന്നേരം 5, 5 മണി 5:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ വരും. നിങ്ങളിപ്പോൾ ഞങ്ങളും കളിക്കാനുണ്ടാവും. മനസ്സിലായില്ലേ? നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വെച്ച് പിടിപ്പിക്കണം. അതൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് ഫുട്ബോൾ ആവും, എല്ലാത്തിനും ഒരു വാസന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ സൗകര്യം നമ്മൾ ചെയ്തു തരും കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. കളി മാത്രം പോലെ ഞങ്ങൾക്ക് വലിയ പണ്ഡിതന്മാർ അള്ളാഹു ആക്കി ചേർത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.